ഇന്ത്യൻ റേസിംഗ് ചരിത്രത്തിൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോകുന്ന ഒരു റേസിംഗ് ഇവൻ്റാണ് കോഴിക്കോട് നടത്താൻ പോകുന്നത്. അതാണ് എൻ്റെ വിഷൻ. ഡിസംബർ 21 കേരളത്തിലേക്ക് ഈ അപ്കമിങ് ഇയേഴ്സിൽ ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ വി ആർ എക്സ്പെക്ടിങ് ഒരു മാസീവ് ആയിട്ടുള്ള റേസ് ട്രാക്കുകളും അക്കാഡമികളൊക്കെ വരും. ഒട്ടുമിക്ക മോട്ടോക്രോസ് ബൈക്കിൽ ഓടിക്കുന്ന ആൾക്കും ഫസ്റ്റ് സംഭവിക്കുന്ന സാധനം ഈ ലാൻഡിങ് ക്രാഷ് ആവും. ഞാൻ 2012 കോഴിക്കോട് റേസ് നടത്തണമെന്ന് ആഗ്രഹിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. റേസ് റൈഡ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ചീത്ത പറയുമ്പോൾ ഇനി അത് പറയണ്ട, പോയിട്ടുണ്ടെങ്കിൽ അവന് വരുമാനമായി. ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയാണ്. ഐ ആം ആക്ച്വലി ലിവിങ് മൈ ഡ്രീം. എന്തുകൊണ്ട് സൽമാൻ ഖാൻ ഇസ് എ വെരി പാഷനേറ്റ് റൈഡർ. അഡ്രിനാലിൻ്റെ പീക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അത്രയും ടോപ്പ് റേസാണ് കോഴിക്കോട് നടക്കാൻ പോകുന്നത്. സൽമാൻ ഖാൻ ഇസ് ആക്ച്വലി നമ്മളൊരു ഫുൾ ഡേ ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. വെറുതെ വന്ന് ഇങ്ങനെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്ത് പോണ പരിപാടിയില്ല. ദ റൈസ് മാൻ ഓഫ് കേരള മുർഷിദ് ബഷീർ ദ ക്യൂവിനൊപ്പം സ്വാഗതം. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആക്ച്വലി സ്റ്റണ്ട് റൈഡിങ്ങുമായി ബന്ധപ്പെട്ട ഏത് കണ്ടന്റ് പരിശോധിക്കുമ്പോഴും മുർഷിദിൻ്റെ സാന്നിധ്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ഇവന്റുകൾ നോക്കിക്കഴിഞ്ഞാലും അത് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ റൈസ് മാൻ ഓഫ് കേരള എന്ന് പറയുമ്പോൾ ആ അംഗീകാരത്തിലേക്ക് എത്തുന്നതിനുള്ളൊരു ജേണി ഉണ്ടാവുമല്ലോ. 2006 അതായത് എൻ്റെ ഒരു +1 +2 കാലഘട്ടത്തിലാണ് ഒരു ബൈക്കിംഗ് എന്നുള്ളതിലേക്ക് പരിപൂർണമായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് 2 സ്ട്രോക്ക് ബൈക്കിലാണ് സ്റ്റണ്ട് റൈഡിങ് ഒക്കെ ചെയ്യുന്നത്. അന്ന് വളരെ റെബലായിട്ട് 2 സ്ട്രോക്കിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ അതിനെക്കുറിച്ചൊന്നും അവെയറല്ല. നമ്മൾ ബൈക്ക് ഭ്രാന്ത് മാത്രമേ ഉണ്ടെന്നുള്ളൂ. കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ ഇതേ മൈൻഡ് സെറ്റുള്ള ആളുകളുമായിട്ട് ഗ്യാങ് പോലെ ഒരു ബിൽഡാവേ. പിന്നീട് 2006 പ്രൊഫഷണലായിട്ട് നമ്മളൊരു കേരളയിലെ ഫസ്റ്റ് പ്രൊഫഷണൽ സ്റ്റണ്ട് ടീം രൂപീകരിക്കാനുണ്ടായിരുന്നു. അത് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് സ്റ്റണ്ട് റൈഡിങ് ഷോകളായിട്ട് കോളേജുകളിൽ ഷോ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ബ്രാൻഡുകൾക്ക് ഇപ്പോൾ ലീഡിങ് ആയിട്ടുള്ള പല ബ്രാൻഡുകൾക്കും അവരുടെ സ്റ്റണ്ട് ഷോ പെർഫോമൻസിനായി പോയി. പിന്നീട് 2011 വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ക്രിസ് ഫൈഫർ, പുള്ളി ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ ടൂറിൽ നമുക്കൊരു അദ്ദേഹത്തിന് കൂടെ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ബാംഗ്ലൂർ ഗംഭീരവ സ്റ്റേഡിയത്തിൽ കിട്ടി. ആ ഒരു ചാൻസ് വന്നോട് കൂടിയിട്ട് നമ്മളൊരു പാൻ ഇന്ത്യ വിസിബിലിറ്റി കൂടി മാത്രമല്ല നാട്ടുകാരും വീട്ടുകാരൊക്കെ അംഗീകരിക്കും. ഇവരിപ്പോൾ വെറുതെ സർക്കസ് കളിച്ച് നടന്ന ആളുകൾ ഇന്നിപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് ആളുകൾ കയ്യടി വാങ്ങിക്കുന്നു എന്ന തരത്തിലേക്ക് പോകുമ്പോൾ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ എങ്ങനെ നിലനിർത്തണം എന്നാൽ അതിൽ മാത്രം റവന്യൂവിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ആക്ടിവിറ്റികളും ചെയ്തിട്ടാണ് ഈ ഒരു മേഖലയിൽ അന്നും ഇന്നിപ്പോൾ ഏകദേശം 19 വർഷം എത്തി നിൽക്കാൻ നിലനിർത്തി പോണത്. ഇതിൽ തന്നെ ഈ റേസിംഗിൽ നിന്ന് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബാൻഡിഡോസ് എന്ന് പറയുന്ന ബ്രാൻഡ് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ബെസ്റ്റ് എന്ന നിലക്കും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടെ ബാൻഡിഡോസ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആശയം വരുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? സ്റ്റണ്ട് റൈഡിങ്ങിൽ പല സ്ഥലത്ത് പെർഫോം ചെയ്തിട്ട് ഉണ്ടാവുന്ന റവന്യൂവിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളൊക്കെ മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകളാണ്. കോളേജ് കഴിയുന്നതോട് കൂടിയിട്ട് അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മളെ ചുറ്റുപാടുള്ള ആരെങ്കിലും ഒരാൾ വിദേശത്തുണ്ടാവും. അപ്പോൾ അവിടേക്കൊരു വിസ എടുത്ത് പോയി എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൾച്ചർ എന്ന് പറയുന്നത്. ടിപ്പിക്കൽ ഒരു മലബാർ കൾച്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ബൈക്കിൽ സർക്കസ് കളിക്കുന്നതിനായതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ എടുക്കായിരുന്നു. കോളേജ് കഴിയുന്നതോട് ഇവരെ നിർത്താൻ ഇവിടെ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അതിനിടയിൽ ഒരുപാട് ഇഞ്ചറികളും ഉണ്ട്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എപ്പോൾ വേണമെങ്കിലും എന്തോ സംഭവിക്കുക എന്നുള്ള സാധനം ഉണ്ട്. ശ്രദ്ധക്കുറവൊക്കെ കാരണം ഇതൊരു അഡ്വഞ്ചർ ഗെയിമാണല്ലോ. അപ്പോൾ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവരോട് എനിക്ക് ഏതെങ്കിലും ഒരു ജോലിയായിട്ട് ഞാൻ കുറച്ചും കൂടെ സമയം എനിക്ക് വേണം. അങ്ങനെ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് ഒരു സ്പീഡ് ഗവർണർ കമ്പനിയിലേക്ക് എനിക്കൊരു ജോലി കിട്ടി. ഒരു 6 മാസം ആ കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ആക്ടിവിറ്റികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ആശയം, ഇതിങ്ങനെ സ്റ്റണ്ട് ഇവിടെ മാത്രം കൊണ്ടുപോയിട്ട് ജീവിക്കാൻ എന്തായാലും ഡിഫിക്കൽട്ടാണ്. കാരണം ഈ ഫീൽഡിൽ അന്ന് ഉണ്ടായിരുന്നവരൊക്കെ പലരും പല പ്രൊഫഷനിലേക്ക് പോയി. അതൊരു ടെൻഷനാണ് നമുക്ക്. ഇത് എങ്ങോട്ടാ പോകുന്നത്, വിടാനും പറ്റില്ല. വെരി എക്സ്പെൻസീവാണ്, ഉണ്ടാക്കുന്നതൊക്കെ ചിലവായിട്ടേ പോകും.
അങ്ങനെ നമ്മൾ സ്റ്റണ്ട് റൈഡിങ് എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ തന്നെ ഈ സ്റ്റണ്ടിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുമ്പോൾ അതൊന്നും സത്യത്തിൽ കേരള മാർക്കറ്റിലോ ഇന്ത്യൻ മാർക്കറ്റിലോ അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇത് പല സമയത്തും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഇതിനൊരു കുറവുണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. അപ്പോൾ നമ്മളൊരു ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതേ പ്രൊഫഷനിൽ തന്നെ പാഷൻ നിലനിർത്താനും പറ്റും, അതൊരു പ്രൊഫഷൻ ആക്കാനും പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് 2012 കോഴിക്കോട് ബാൻഡിഡോസ് എന്നുള്ള പേരിൽ, വിച്ച് ഇസ് ആക്ച്വലി സിമിലർ, ബാൻഡിഡ് ബൈക്കേഴ്സ് എന്നായിരുന്നു നമ്മളെ സ്റ്റണ്ട് റൈഡിങ് ടീമിൻ്റെ പേര്. അത് നമ്മൾ ബാൻഡിഡോസ് എന്നുള്ള പേരിലേക്ക് മാറ്റി അവിടെ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തു. വളരെ ഒരു 200 സ്ക്വയർ ഫീറ്റിലുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്റ്റോറ് ന്യൂ വെഞ്ചർ നൽകല്ലേ. അവിടെ നിന്നാണ് തുടക്കം. അതൊരു 2 വർഷം സക്സസ്ഫുൾ അല്ല. കാരണം ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വണ്ടിപ്രാന്ത് മാത്രമായിട്ട് നമ്മൾ ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല ആ 2012 2014 കാലഘട്ടത്തിൽ ആക്സസറീസ് ഇത്ര വിപുലമായിട്ടൊന്നും ബൈക്കിനൊന്നുമില്ല, ബൈക്കേഴ്സും ഇല്ല. ശരിക്കും ഇതിലൊരു ചേഞ്ച് ഉണ്ടാവുന്നത് 2014 തൃശ്ശൂർ ഞാനൊരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള അനു, വിനു, മഹേഷ്, ഷിയാസ്, ഇവരുമായി അസോസിയേറ്റ് ചെയ്തിട്ട് തൃശ്ശൂരിൽ നമ്മൾ കുറച്ചും കൂടി ഗംഭീരമായിട്ട് കോഴിക്കോട് നിന്നും തോൽത്തതിനെ പഠിച്ച പാഠങ്ങളോ ഇത്രയും കാലം എന്തുകൊണ്ട് ഇതൊക്കെ ഇമ്പോസിബിളായി, ഈ പഠിച്ച പാഠങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് 2014 തൃശ്ശൂരിലൊരു വലിയ സ്റ്റോർ തുടങ്ങി. കാരണം തൃശ്ശൂർ ഇസ് ദ മെക്ക ഓഫ് ഒരു മോട്ടോർ സ്പോർട്സ് ആണെങ്കിലും റൈഡിങ് ആണെങ്കിലും തൃശ്ശൂരുകാർ വേറെ ഒരു മൂഡാണ്. ഞാനിപ്പോൾ കേരളം മൊത്തം എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ തന്നെ തൃശ്ശൂർ എത്താൻ കാരണം ഞാൻ തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കോളേജ് ഡേയ്സിൽ പോണത്. തൃശ്ശൂരാണ് ഏറ്റവും നല്ല റൈഡേഴ്സ് ഉള്ളത്, തൃശ്ശൂരാണ് ഏറ്റവും നല്ല സപ്പോർട്ടുള്ളത്, തൃശ്ശൂരാണ് ഏറ്റവും നല്ല മെഷീൻസ് ഉള്ളത്. അപ്പം തൃശ്ശൂർ പോയിട്ട് അവിടെ ഉണ്ടായ സൗഹൃദത്തിലാണ് നമ്മൾ പുതിയൊരു ആശയം നമുക്ക് അവിടെ തുടങ്ങാം 2014 അവിടെ തുടങ്ങിയിട്ടുള്ളത്. അത് തുടങ്ങുന്ന സമയത്താണ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന മൂവി 2014 നമ്മൾ അവിടെ അങ്ങനെ ഒരു വലിയ സ്കെയിലിൽ തുടങ്ങാണ്. റിസ്ക് ഒരുപാടുണ്ട്, കാണുന്നവർക്ക് പറയുന്ന ഭ്രാന്താണ്. കാരണം ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ആൾക്കാർ സംശയമാണ്. പക്ഷേ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ആ വർഷം തന്നെ, തുടങ്ങിയ വർഷം തന്നെ ഇത് ഒരു മാസീവായിട്ടുള്ള ഗ്രോത്തിലേക്കാണ്. ബിക്കോസ് ആ സമയത്ത് ഇവിടെ ഈ സൗത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സ്റ്റോർ ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ സ്പെയർ പാർട്സ് കടകളിലൊക്കെ ആക്സസറീസ് കിട്ടുന്നുണ്ട്, റൈഡിങ് ഗിയേഴ്സ് ബാംഗ്ലൂർ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കിട്ടുന്ന ഒരു സ്റ്റോറില്ല. ഈ മൂവി ഹിറ്റായതോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും നമ്മൾ ചുറ്റുപാടുള്ളവർക്കും മനസ്സിലായി ഇതാണ് മോട്ടോക്രോസ് റേസിംഗ് എന്നുള്ളത്. കാരണം വളരെ ഭംഗിയായിട്ടാണ് അഞ്ജലി മേനോൻ ഒരു റേസിംഗ് മൂവി ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോഴും അത്ഭുതമാണ്, ഒരു റേസിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇത്ര മനോഹരമായിട്ടൊരു മൂവി ചെയ്യാന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്ന സമയം. ആ മൂവി വന്നതോട് കൂടിയിട്ട് നമ്മൾ ക്രെഡിബിലിറ്റി കൂടുന്നതോടൊപ്പം തന്നെ ബിസിനസ്സിൽ കാര്യമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായി. റേസ് എന്താണെന്നും റൈഡ് എന്താണെന്നുള്ള പിന്നീട് അതുമായി ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സിനിമകൾ വന്നു. ഇപ്പൊ നീലാകാശം പോലത്തെ, അതിലൊരു റൈഡിങ് കൾച്ചർ ഉണ്ടായി, ടൂ വീലർ കൾച്ചർ വന്നു. ആദ്യം ഒരു ബൈക്ക് ഓടിക്കുന്നവൻ ഒരു ബാഡ് ബോയ്, ഒരു കച്ചറ ഇമേജിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇന്നിപ്പോൾ പ്രൊഫഷൻ അനുസരിച്ച് അയാളുടെ കപ്പാസിറ്റി അനുസരിച്ച് ബൈക്ക് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു KTM ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം അത് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ട്രയംഫിലേക്ക് പോകുന്നു, പിന്നെ BMW പോകുന്നു. 2025 എത്തി നിൽക്കുമ്പോൾ ഈ ബ്രാൻഡ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ നിലവിൽ എവിടെ എത്തി നിൽക്കുന്ന സ്റ്റേജ്? 2014 നമ്മളൊരു 7-8 പേരിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ വർക്കിംഗ് ടീം അടക്കം. അവിടെ നിന്നും 2017 ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ ഹോൾസെയിൽ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം ആളുകളൊക്കെ ഇപ്പോൾ ഒരുപാട് എല്ലാ സിറ്റിയിലും ബൈക്ക് ആക്സസറീസിൻ്റെ സ്റ്റോറുകളുണ്ട്. നമ്മൾ തന്നെ ഇന്ത്യയിൽ 1300 ഡീലേഴ്സ് നമുക്കുണ്ട് സപ്ലൈ ചെയ്യുന്നത്. കേരളത്തിലാണ് ഫസ്റ്റ് സപ്ലൈ ചെയ്ത് സ്റ്റാർട്ട്. അപ്പോൾ ആളുകൾ വന്നിട്ട് നമ്മളോട് സപ്ലൈ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോർ ഉണ്ടാക്കാൻ വേണ്ടി ഇൻപുട്ട് കൊടുക്കണം, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഒരു എക്സ്പാൻഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഇത് കേരളത്തിൽ മാത്രമല്ല പുറത്തേക്കും കൂടെ നമ്മളെ ട്രെൻഡ്. ബിക്കോസ് ഇന്ത്യയിൽ തന്നെ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ബിൽഡ് ചെയ്യുന്നതിലാണ്, റൈഡിങ് കൾച്ചറിലും ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ട് വണ്ടി പ്രാന്തന്മാരെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അടിവരട്ട് വിളിക്കാൻ പറ്റുന്ന ആളുകൾ കേരളക്കാരാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും നമുക്ക് പല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു 4 വർഷം മുന്നേ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ ആ സമയത്ത് തന്നെ നമ്മൾ കൊമേഴ്സിലും ഒരു കാര്യമായിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഏകദേശം ബാംഗ്ലൂർ നമ്മൾ ഷോറൂമുണ്ട്, ബാംഗ്ലൂരിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്.
കോയമ്പത്തൂരാണ് നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത്, വിച്ച് ഇസ് കോൾഡ് മെറ്റൽ വേഴ്സ്. അതല്ലാതെ തൃശ്ശൂരാണ് നമ്മളെ മെയിൻ യൂണിറ്റ് വരുന്നത്. ഓൾ ടുഗദർ നമ്മൾ ഈ കമ്പനി എല്ലാം കൂടെ ആയിട്ട് ഇന്നിപ്പോൾ ഒരു 350 ആളുകളായിട്ടുള്ള ഒരു കമ്പനി ടീമായി ആയിട്ടാണ്, മാറി എന്നുള്ളത്. ടീമായി മാറിയിട്ടാണ് ഇപ്പം നിലവിലുള്ളത്. നമ്മളെപ്പോഴും കാണുന്നത് റോട്ടില് ആളുകൾ ഒരു അനിയന്ത്രിതമായി സ്റ്റണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളെപ്പോഴും വാർത്തകളിൽ കാണാം ഈ അഭ്യാസ പ്രകടനം നടത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് MVD ഇടപെടും, കേസെടുക്കും. പക്ഷെ ഇതേ സമയത്താണ് പ്രൊഫഷണലായി മറ്റൊരു സ്ഥലത്ത് ഇത് വലിയ കായിക മാമാങ്കമായി കൊണ്ടാടപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ ശരിക്കും ആദ്യ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ ബീച്ചിലൊക്കെ വളരെ റബലായിട്ടുള്ളൊരു സ്റ്റണ്ട് റൈഡിങ് വെച്ചത്. പക്ഷെ അത് കാണാൻ ഒട്ടനവധി ആളുകൾ വരും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്കി ഗെയിമാണ്. കാണാൻ നിൽക്കുന്ന ആളുകൾ ആവേശത്തോടെ കൈയടിക്കുകയും വീണാൽ അവർ തല്ലുകയും ചെയ്യും. ഇതാണ് അവിടുത്തെ സ്റ്റൈല്. ഇതറിയാം, ഈ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അങ്ങനെ അടി കിട്ടിയിട്ടുമുണ്ട് ഇതിന്റെ തുടക്കഘട്ടങ്ങളിൽ. എനിക്കിപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്കിപ്പോൾ ലൗഡായിട്ട് ത്രോട്ടിൽ ചെയ്ത് പോകുമ്പോൾ വരെ ഞാൻ എത്രമാത്രം വൃത്തികേടായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ ചെയ്തതെന്നുള്ളത് വളരെ വിഷമത്തോടെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അന്ന് അവർക്കില്ലാത്ത ഓപ്പർച്യൂണിറ്റി ആസ് എ റൈഡർ ഞാൻ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ ഒരു പ്രൊഫഷൻ ആയതിനു ശേഷം ഈ പാഷനും പ്രൊഫഷനിലുമായി ഈ റവന്യൂ കിട്ടുന്നതിൽ നല്ലൊരു പങ്ക് നമ്മൾ റേസിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. 2012 കോഴിക്കോട് ആദ്യമായിട്ട് റേസ് നടത്തിയിട്ടുണ്ട്, നഷ്ടത്തിലാണ്, പാഷൻ മാത്രമായിരുന്നു. 2013 നടത്തിയ നഷ്ടത്തിലാണ്. പക്ഷെ നല്ല റേസുകൾ 2015 കേരളത്തിൽ കോഴിക്കോട് നൈറ്റ് റേസ്, കേരളത്തിൽ ആദ്യമായിട്ടുള്ള നൈറ്റ് റേസ് 2015 5000 സീറ്റിംഗ് കപ്പാസിറ്റിയിൽ നടത്തി, വെരി സക്സസ്ഫുൾ. അതിൽ നിന്നാണ് ചെറിയൊരു റവന്യൂ കിട്ടിയത്. ആ റവന്യൂ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്നെ വിവാഹത്തിൻ്റെ പൈസ പോലും സ്വരുക്കൂട്ടാൻ പറ്റിയത്. കാരണം അതാണ് ഈ ഒരു സാധനത്തിൽ ഞാൻ 100% കൊടുത്തപ്പോൾ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതൊന്നും ഒരിക്കലും റിട്ടേൺസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഒന്നും ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 റേസ് 3 റേസിൽ നഷ്ടങ്ങളായിരുന്നു. മറ്റേതും ഇനി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, പക്ഷേ ഇതെനിക്ക് ചെയ്യണം എന്നായിരുന്നു. ചെയ്തപ്പോൾ അതിന് റവന്യൂ വന്നു, കറക്റ്റ് വിവാഹം കഴിക്കേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു സാമ്പത്തികമായിട്ടൊരു സഹായം റേസിംഗ് എന്ന് ആദ്യമായിട്ട് ഒരിക്കലും ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ. പിന്നീട് ഒരു ആഗ്രഹം ഇൻ്റർനാഷണൽ റൈഡേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു റേസ് നടത്തണം. അതിന് സാമ്പത്തികമായിട്ട് കുറേ പൈസ വേണം. അപ്പോൾ ഒരു കുറി ചേർന്ന് പൈസ സ്വന്തമായിട്ട് കണ്ടെത്തി. ഞാനും എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും പേഴ്സണലി ഇടണം. എൻ്റെ അതേ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് പാർട്ട്നേഴ്സ്. ആരും വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല, റേസിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ, നാഷണൽ ചാമ്പ്യൻസ് അടക്കം എൻ്റെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവരോട് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു പേഴ്സണൽ കുറി, ബിസിനസ്സിൻ്റെ പൈസ അല്ല, ഇൻഡിവിജ്വലി നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പൈസനോട് റേസ് നടത്താം. 2015 റേസ് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് റേസ് നടത്തുന്നത് തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായിട്ട് നൈറ്റ് റേസ് ഇവൻ്റ് വിത്ത് FMX ഷോ. എനിക്ക് 2 അത്ലറ്റ്സിനെ കൊണ്ടുവന്നിട്ട് ഞാൻ പൂനെയിൽ ഒരു റേസിന് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അവർ വന്ന് റാമ്പിലൂടെ ചാടി മറയണ ഒരു കാഴ്ച ഭയങ്കര ഒരു ഫീലാണ്. അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മളെ ജനങ്ങളും കൂടി ഒന്ന് കേരളത്തിൽ കാണണം എന്നുള്ളത് വലിയാണ്. അതിൽ ഒരിക്കലും ടിക്കറ്റ് ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ വാങ്ങിക്കില്ല. പക്ഷെ എന്നാൽ ആൾ കയറേ വേണം, കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ സ്വരുക്ക് കൂട്ടിയ പൈസയും കൂടി ചിലവാക്കിയിട്ട് ഒരു മിനിമൽ ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ട് തൃശ്ശൂരിൽ 2020 ബാൻഡഡോസ് ഡേർട്ട് എക്സ്ട്രീം എന്ന് പറയുന്ന പരിപാടി വെച്ച് ഗംഭീര സക്സസ്ഫുള്ളായി. 2021 വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സഹായത്തോടെ അതും ഹെവി. പിന്നെ കഴിഞ്ഞ കൊച്ചിയിൽ കളമശ്ശേരി. ഇതിലൊക്കെ സത്യത്തിൽ ഫൈനാൻഷ്യലി ഇതിലൊരു ലാഭം പ്രതീക്ഷിച്ചിട്ട് റേസിങ്ങിൽ നിന്നിട്ടേ ഇല്ല. ഇന്ന് പുതിയ തലമുറ കുട്ടികൾക്ക് അത് 100% ഹെൽപ്ഫുൾ ആവും എന്നുള്ള രൂപത്തിലാണ് കുട്ടികളെ ക്ലാസ് വരെ വെക്കുന്നത്. അതായത് കഴിഞ്ഞ റേസുകളിലെല്ലാം ഈ കിഡ്സ് ക്ലാസ് ഓടിച്ച കുട്ടികളാണ്, ശരിക്കും പറഞ്ഞാൽ ആ കാറ്റഗറിയിൽ ഓടിച്ച കുട്ടികളാണ് ജനങ്ങൾ കയ്യടി വാങ്ങിയത്. ഓരോ റേസ് കഴിയുമ്പോഴും 1000 കോളുകൾ എനിക്ക് വരും, എങ്ങനെ എൻ്റെ കുട്ടീനെ റേസിങ്ങിലേക്ക് ഇറക്കാൻ. ബിക്കോസ് എന്താണെന്നറിയോ, എനിക്കോ നിങ്ങൾക്കോ ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇന്നത്തെ ഈ പുതിയ തലമുറയിലുള്ള പാരൻസ് എൻ്റെ മോനൊരു ചെറിയ വണ്ടി വാങ്ങിക്കൊടുക്കണം, അവന് ഓടിക്കട്ടെ, ഇങ്ങനെ പൈസ ചിലവാക്കി സമയം ചിലവാക്കുന്ന ഒരുപാട് പാരൻസ് ഇപ്പം കേരളത്തിലുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഠിനമായിട്ട് കഴിഞ്ഞ 19 വർഷം ഇതിൻ്റെ പിന്നിൽ ഇത് വളരെ ഒരു സേഫ്റ്റി ഉപയോഗിച്ച് പല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് റോഡിലല്ല ചെയ്യേണ്ടത്. ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ഇന്ത്യ അവർ പറയുന്ന മാനദണ്ഡങ്ങളിലാണ് റേസ് നടത്തുന്നത്. അപ്പോൾ ഇത് ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലാകുമ്പോൾ കുട്ടികൾ റോഡിൽ പോയിട്ട് അഭ്യാസം കാണിക്കേണ്ട. കാരണം അവന് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേസിങ്ങിൽ. ജീവിതത്തിൽ തന്നെ ആ കുട്ടീൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനായി പോവാണ്. കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇതിൽ പറ്റില്ല.
കറക്റ്റായിട്ടുള്ള ഫുഡ്, കറക്റ്റായിട്ടുള്ള ഉറക്കം. ഇത് തന്നെ ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് തന്നെ അവരുടെ കുട്ടികളെ ഇതിന്റെ ഭാഗമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും അവർക്കുള്ള അക്കാഡമികളുണ്ട്. നമ്മളതിൻ്റെ വിപുലമായിട്ടുള്ള ഒരു പ്ലാനാണ് സത്യത്തിൽ കോഴിക്കോട് സ്പോർട്സ് കൗൺസിലൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഓൺ റേസ് ട്രാക്ക് ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ നിലവിൽ കുറേ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനം നമുക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് എക്സ്പാൻഷനായിട്ട് പല യാത്രകളിലായതുകൊണ്ട് നമ്മളവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് റിസ്ക് കൂടുതലാണ്. ഇതൊരു അഡ്വഞ്ചർ ഗെയിമെൻ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കും. അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കുട്ടികൾ പഠിപ്പിക്കുന്നതൊക്കെ ബാംഗ്ലൂരാണ്. നമ്മളുമായി ബന്ധപ്പെട്ടുള്ള റേസ് ട്രാക്കുകൾ തന്നെ ഉണ്ട്. കേരളത്തിലേക്ക് ഈ അപ്കമ്മിങ് ഇയേഴ്സിൽ ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ വി ആർ എക്സ്പെക്ടിങ് ഒരു മാസീവായിട്ടുള്ള റേസ് ട്രാക്കുകളും അക്കാഡമികളൊക്കെ വരും. ബിക്കോസ് ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകളൊക്കെ സത്യത്തിൽ ആ തരത്തിലായി, അങ്ങനത്തെ രൂപത്തിൽ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. പുതിയ കാലഘട്ടത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഓരോ മോട്ടോർ സ്പോർട്സ് എന്തൂസിയാസ്റ്റിനും സാധാരണക്കാരനാണെങ്കിൽ പോലും അത് സന്തോഷിക്കേണ്ട ഒരു സാധനം. അതിൻ്റെ ഈ ജേണിയിൽ എനിക്കറിയാം ആദ്യം എത്ര ടഫായിരുന്നു, ഇപ്പോൾ എത്രമാത്രം കാര്യങ്ങൾ ഈസിയായി വരുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ഈ സൂപ്പർ ക്രോസും അല്ലെങ്കിൽ മോട്ടോ ക്രോസും തമ്മിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ടെക്നിക്കൽ വേർഡ് ഈ ഫീൽഡിൽ ആളുകൾ പറയുമെങ്കിലും കുറച്ചും കൂടി സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്നതൊന്ന് വേർതിരിച്ച് പറയാം. ഈ ആളുകൾ മോട്ടോക്രോസ് ബൈക്ക് എന്നാണ് പറയുക. ഈ മോട്ടോക്രോസ് ബൈക്കാണ് സൂപ്പർ ക്രോസിന് ഓടിക്കുന്നത്, മോട്ടോക്രോസിന് ഓടിക്കുന്നത്. സൂപ്പർ ക്രോസിന് ഈ ഓബ്സ്റ്റിക്കിൾസ് കൂടുതലാണ്. ഇത് ജമ്പുകളും ഇപ്പം നമ്മൾ ഹൂപ്സ്, കുറേ ടെക്നിക്കൽ വേർഡുകളാണ്, ടേബിൾ ടോപ്പ്. ഇതിന് കുറച്ചും കൂടെ ആക്ഷൻസ് കൂടുതലാണ്. അവർക്ക് എൻഡ്യൂറൻസും കൂടുതൽ വേണം, അവർ ചെയ്യേണ്ട ആക്ടിവിറ്റിയും കൂടുതലാണ്. മോട്ടോക്രോസിന് കുറച്ചും കൂടെ ഫ്ലാറ്റാണ്, പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടെ ഫാസ്റ്റാണ്. അവർ കുറച്ച് ഫാസ്റ്റായിട്ട് പോകും. ഇതിൽ ഫാസ്റ്റിന് ഓപ്പൺ ഏരിയയിലാണ് ഉണ്ടാവും. ഇത് നമ്മളൊരു ക്ലോസ്ഡ്, എല്ലാം ക്ലോസ്ഡ് ആണ്, ഓപ്പണിലും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ചെയ്യുന്ന സൂപ്പർ ക്രോസിന് പ്രത്യേകത നമ്മളൊരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ പറയുന്ന FMSCയും ഫെഡറേഷൻ ഇൻ്റർനാഷണൽ മോട്ടോർ സ്പോർട്സും പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റേസ് ട്രാക്കിൽ അവർ ആരാണോ സ്റ്റാർട്ട് എടുത്തിട്ട് വിത്തിൻ ഇത്ര ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യണത്, ആ ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് പോയിന്റ് വരും. ആ പോയിന്റ് കിട്ടുന്ന, ഇപ്പോൾ നമ്മളത് ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ സൂപ്പർ ലീഗ് നടക്കുന്നത്, ആ പോയിന്റ്സ് കിട്ടുന്ന 3 റേസിംഗ് ഇവൻറ്റിലും കൂടെ കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ, ആ ടീം ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. മാത്രമല്ല ടീമിൻ്റെ പോയിന്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും പോയിന്റ് കിട്ടുന്ന ആൾ ചാമ്പ്യൻസ്. വേഗത അതുപോലെ ആക്ഷൻ നിൽക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ കാരണം നമ്മൾ വീഡിയോകളിൽ കാണാം അവർ പലതരം ആക്ഷൻ കാണുന്നത് എയറിൽ കയറിയിട്ട്. അപ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്? ആക്ഷനും മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് എടുത്ത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതിന് മാനദണ്ഡങ്ങൾ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ വീഴാം, നിങ്ങൾ തലയിൽ വന്ന് വീഴാം, നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും, വിച്ച് ഡസൻറ്റ് മാറ്റർ. ഇവിടുത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അത് ഭംഗിയായിട്ട് ഫിനിഷ് ലൈനിൽ എത്താന്നുള്ളത് മാത്രമേ. ഏറ്റവും വേഗത്തിൽ ഫസ്റ്റ് ആരാ എത്താന്നുള്ള ആ വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വീണിട്ടുണ്ടാവാം. വീഴാതെ പോകുന്നവനായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവാം. കാരണം മറ്റവർക്ക് വീണെടുക്കും, ഇഞ്ചുറി പറ്റിയാൽ പിന്നെ എന്താ ചെയ്യുക. അപ്പം ഇതിൽ ആരെയും തട്ടാതെ മുട്ടാതെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ പിടിച്ച് തട്ടിയിട്ടും പോകേണ്ടി വരും. വഴി മുടക്കുന്ന ആളുകളെ എങ്ങനെ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ആദ്യത്തിൽ എത്തണം എന്നുള്ളതാണ്. അത് വിചാരിച്ച് ഫുള്ളി നിങ്ങൾ ഫോൾട്ടായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സ്മാർട്ടായിട്ട് ടെക്നിക്സ് ഉപയോഗിച്ച്, ഇതൊക്കെ മില്ലി സെക്കൻഡ്സിൻ്റെ ഡിസിഷൻസ് ആണ്. നിങ്ങൾ ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഓരോ റൈഡർ ഏറ്റവും കൂടുതൽ അയാളെ കപ്പാസിറ്റി ഏതിലാണ്, കോർണർ അയാൾ സ്ലോ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ ജഡ്ജ് ചെയ്യും. ഇയാൾ ഈ സ്ഥലത്ത് പ്രശ്നമുണ്ട്, കുറച്ച് അവിടെ എൻ്റെ സ്പീഡ് നോക്കും ഞാൻ, അവിടെ ചിലപ്പോൾ ഞാൻ അഡ്വാൻറ്റേജ് ആയിരിക്കും, ചിലപ്പോൾ അയാൾ മറ്റേ സ്ഥലത്ത് കൂടുതൽ. ഇങ്ങനെ ഒരു മെഷർമെൻ്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഒരു ലോകമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നിങ്ങളൊന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാണ് എന്നുള്ളത്. ഇത് ഒരു വല്ലാത്തൊരു പ്രൊഫഷനാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ആളുകൾ സേഫ്റ്റി പർപ്പസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ആളുകൾക്കുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ അഫിലിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു ലിഖിത രേഖ ഉണ്ടാവില്ല, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നുള്ളത്. നമ്മൾ എത്രത്തോളം പ്രിക്കേർഡ് ആണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ റേസ്, ഇപ്പോൾ ഇന്ത്യൻ റേസ്, ഇതിപ്പോൾ ഇന്റർനാഷണൽ റൈഡേഴ്സാണ് കൂടുതൽ വരുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യൻ റേസും നാഷണൽ ചാമ്പ്യൻഷിപ്പൊക്കെ ആണെങ്കിലും റേസിൻ്റെ തലേ ദിവസം സ്ക്രൂട്ടനി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സ്ക്രൂട്ടനി എന്ന് പറയുമ്പോൾ ആ ബൈക്ക്, റേസ് ഓടിക്കുന്ന ബൈക്ക് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് FMSCA, ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഇൻ ഇന്ത്യ, അതായത് ഒരു അഫിലിയേറ്റഡ് ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്ലബ്ബാണ്. അവരാണ് ഇന്ത്യയിലെ ഇതൊക്കെ ഡോക്യുമെൻറ്റേഷനെല്ലാം നോക്കുക. അവർ കംപ്ലീറ്റ് ബൈക്ക് നോക്കും, ഈ ബൈക്ക് ഈ റേസ് ഓടിക്കാനുള്ള ക്യാപ്പബിൾ ആണോ. അവരെ മാർഷൽസ്, അവരെ സ്റ്റുവേർട്ട് എന്നാണ് അവരെ പറയുക. ഈ സ്റ്റുവേർട്ട് ബൈക്കെല്ലാം ചെക്ക് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് ഹെൽത്ത് എത്രമാത്രം അത് നിങ്ങൾ സർട്ടിഫിക്കേഷൻ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്.
അത് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളെ നോക്കി, നിങ്ങളെ ബൈക്ക് നോക്കി, പിന്നെ നിങ്ങളെ സേഫ്റ്റി കേസാണ്. അതിന് എത്രമാത്രം സർട്ടിഫൈഡ് ആണ്, അവർ പറയുന്ന സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടോ, ഹെൽമെറ്റ്സ് ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും റൈഡിങ് ഗിയേഴ്സ് ബൂട്ട്സ് ആണെങ്കിലും എല്ലാം അവർ നോക്കി അതിൽ ഏതെങ്കിലും ഒന്ന് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു അൺബ്രാൻഡ് ആയിട്ട് സർട്ടിഫൈഡ് അല്ലാത്തുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പുതിയത് വാങ്ങിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ സേഫാണ് ഇന്ന് റേസ് ട്രാക്ക്. നിങ്ങൾ റോഡിൽ ചെയ്യുന്ന റിസ്ക് ഒന്നും റേസ് ട്രാക്കിലില്ല. കാരണം അത് എങ്ങനെ വീണാൽ എന്ത് പറ്റും എന്നുള്ളതിനൊരു ധാരണ ഇപ്പോൾ നമുക്കുണ്ട്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരാൾ ഉറങ്ങിപ്പോയതുകൊണ്ട് വന്ന് നമ്മളെ ഇടിച്ച് മരിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പുറത്ത് തട്ടിക്കാൻ വരുന്നവനും അറിയാതെ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് എനിക്കും അറിയാം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കൺട്രോൾഡ് വീച്ചാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. വളരെ റെയർ കേസിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് ഈ ട്രാക്കൊന്നും മാറിയിട്ട് കയ്യിൽ നിന്നും ബൈക്ക് പോണ സാഹചര്യങ്ങളൊക്കെ വരാറുള്ളൂ. പിന്നെ റൈഡേഴ്സിനും അറിയാം ഇഞ്ചുറി കൂടുതൽ ഷോൾഡറാണ് പോണത്. അത് എത്ര എടുത്താലും ഈ മോട്ടോക്രോസ് റേസിങ്ങിന് നമ്മൾ റോഡിലോ അല്ലെങ്കിൽ സർക്യൂട്ട് റേസിംഗ് പോലത്തെ ജാക്കറ്റ് അല്ല വരിക. സാധാരണ ഒരു JC ആണ്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഫ്രണ്ട് കവർ ചെയ്യാനും ബാക്ക് കവർ ചെയ്യാനും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഷോൾഡറിനൊക്കെ മോസ്റ്റ്ലി ഷോൾഡർ പോകും, ഷോൾഡർ പൊട്ടി പോവാറാണ്. എനിക്ക് ഒട്ടുമിക്ക മോട്ടോക്രോസ് ബൈക്കിൽ ഓടിക്കുന്ന ആൾക്കും ഫസ്റ്റ് സംഭവിക്കുന്ന സാധനം ഈ ലാൻഡിങ് ക്രാഷ് ആവും ജമ്പില്. അത് നമുക്ക് വീണിട്ട് ഒന്ന് ഡിസിഷൻ എടുത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ക്രാഷ് ആവുന്ന സമയത്ത് ഷോൾഡർ ബോണ് പെട്ടെന്ന് പൊട്ടിപ്പോകും. വളരെ സെൻസിറ്റീവാണ്. അതൊരു മേജർ സാധനമല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ഗെയിം ഉണ്ടാവുന്നതാണ്. അതാ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ കൊച്ചിയിലെ റേസ് കഴിഞ്ഞിട്ട് എൻ്റെ റൈഡർ ഫസ്റ്റാണ് അന്ന്. ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. കാരണം റേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ MLA മാത്യു കോയൽനാടൻ സാർ ഉണ്ടായിരുന്നു. പുള്ളി അന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്നതാണ്. പുള്ളി ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, മുർഷി നിൻ്റെ റൈഡർ ഇതിൽ ഓടിക്കുന്നുണ്ടല്ലോ, നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ റൗണ്ട്, അപ്പോൾ ആ റേസും കൂടി ഓടിച്ച് അവൻ ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ അവൻ നാഷണൽ ചാമ്പ്യനാണ്. അപ്പോൾ നിൻ്റെ റേസർ ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലാരാ? അപ്പോൾ ഞാൻ എൻ്റെ റൈഡറെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് റയാൻ ഹേഗ്, ലീഡിങ് ആണ്, ഇതും കൂടി കിട്ടിയാൽ വി ആർ ഗോയിങ് ടു ബി ദ നാഷണൽ ചാമ്പ്യൻ. ഓക്കെ, റേസ് സ്റ്റാർട്ട് ചെയ്ത് റയാൻ ബാക്കിൽ. കാരണം അവൻ്റെ ഒരു പ്രതീക്ഷയിലാണല്ലോ പോകണം. ഇവൻ ആണ് കഴിഞ്ഞ റേസുകളിലൊക്കെ ഫസ്റ്റ് അടിച്ച് ചാമ്പ്യൻ ആവാൻ പോകുന്ന ആളാണ് അവൻ ബാക്കിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ റയാൻ ബാക്കിൽ. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, റേസ് എന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ ആദ്യം ആരെടുത്ത് എന്നുള്ളതല്ല, റേസിൻ്റെ ഫിനിഷ് ലൈനിൽ ആദ്യം എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ സാറോട് പറഞ്ഞ് പ്രശ്നമാക്കണ്ട, ആൾ വരും ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പുള്ളി ഫ്ലാഗ് ഓഫ് ചെയ്ത് നടന്നു പോയി. ഈ ലാപ്പുകൾ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർ റേസ് മൂവിയിലൊക്കെ കാണുന്ന അതിനേക്കാൾ ബെറ്ററായിപ്പോയി സത്യത്തിൽ റിയൽ ലൈഫിൽ ഈ ഒരു മൊമെൻറ്റ്. ഈ ഓരോ ലാപ്പ് കഴിയുമ്പോൾ ഓരോ റൈഡർ ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ ലാപ്പിൽ അവസാനത്തെ ആളെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ ജമ്പടിക്കുന്ന ഒരു വിഷ്വലുണ്ട്. അത് അവിടെ നിന്ന് കണ്ടുനിന്ന ഒരാളും മറക്കില്ല. ഇത് കണ്ട സമയത്ത് മാത്യു കോയൽനാടൻ സാർ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ കോൺഫിഡൻസ് ലെവല്, ഇത് റേസാണ്. റേസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, വല്ലതും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. ആ റേസിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയ സ്റ്റേജിൽ നിന്നും ഈ റയാൻ ഹേഗ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ കേക്കൊന്ന് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിലിട്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ടൊരു മധുരം കഴിക്കാതാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടണത്. ഒരു വർഷം ഒരു സീസൺ മധുരം കഴിക്കാതെ ഒരു റൈഡർ ഫുൾ സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിതത്തിലെ മറ്റുള്ള എല്ലാ സുഖങ്ങളും മാറ്റി വെച്ചിട്ട് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ജീവിക്കുകയായിരുന്നു. ആ മൊമെൻറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഞാനത് ലീഡ് ചെയ്യുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഇതിന് നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളാണ് എനിക്ക് തരേണ്ടതെന്ന് പറഞ്ഞ് ആ ഒരു കഷ്ണം കേക്ക് എന്നോട് വായിലിട്ടെടുക്കുന്നത്. എന്തൊരു സ്വീറ്റ് മൊമെൻ്റ് ആണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഡെഡിക്കേഷനും ഈ ലൈഫ് എത്രമാത്രം നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. പ്രോപ്പർ ഫിസിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റില്ല. പ്രോപ്പർ മൈൻഡ് സെറ്റ്, അത് മില്ലി സെക്കൻഡ്സ് മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിൽ നിങ്ങൾ തീരുമാനിക്കണം എങ്ങോട്ട് എടുക്കണം ടേണ്. അവിടെ മിസ്റ്റേക്ക് പറ്റിയ ക്രാഷാണ്, അല്ലെങ്കിൽ മറ്റേ റൈഡർ നിങ്ങൾ ഓവർടേക്കും. സോ പ്രഷർ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ട പല എക്സസൈസുകളും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടഫാണ് അല്ലെങ്കിൽ ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് ഈ റേസേഴ്സ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും മോട്ടോക്രോസിന്റെ ഈ പ്രാക്ടീസിങ് എങ്ങനെ വരുന്ന ഒരു ഇന്റേണലായിട്ട് സ്പേസിലാണ് ഉണ്ടാവുക? എങ്ങനെ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇന്റേണൽ ഇപ്പോൾ റേസ് വരുന്ന സമയത്താണെങ്കിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഭയങ്കര പ്രശ്നമാണ്.
അതാണ് ഇവിടെ ഏറ്റവും ചലഞ്ചിങ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാവുന്ന സമയത്ത് എപ്പോഴും ബാംഗ്ലൂർ പോയിട്ട് ഈ ഡെയിലി നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വീക്കിലി ഒരു 2 ഡേയ്സിലേക്കൊക്കെ മാറി ചുരുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വരും. വീക്കെൻഡ് നേരെ കോയമ്പത്തൂർക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കോ പോയി അവിടെ പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷെ ഡെയിലി ഒരു നമുക്ക് നമ്മളെ മോർണിംഗ് ഒരു നമ്മൾ കംപ്ലീറ്റ് വർക്കൗട്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് അങ്ങനെ തന്നെ ഈവനിങ്ങും മോർണിംഗും ആയിട്ട് സ്ട്രക്ചേർഡ് ആണ്. അത് അങ്ങനെ തന്നെ പോകും. ന്യൂട്രീഷൻ കറക്റ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ പ്രാക്ടീസ് ചില സമയം ആഴ്ചയിൽ 2 ഡേയ്സിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. റേസ് ഉള്ള ദിവസത്തെ പെർഫോം ചെയ്യുന്ന ഒരാളുടെ ഒരു ഡേ ശരിക്കും എങ്ങനെയായിരിക്കും ന്യൂട്രീഷൻ, ഹെൽത്ത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരുന്നത്? ഹെൽത്ത് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും മൈൻഡാണ് ഫസ്റ്റ് ഇവരത് കറക്റ്റായിട്ട് കിട്ടുന്നത്. ദ പ്രോബ്ലം റേസിൻ്റെ ഏറ്റവും ഒരു അപകടം പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ഒരു സ്വീറ്റ് ആയിട്ടുള്ള അത് മൾട്ടിപ്പിൾ വേയിൽ എടുക്കുക സ്റ്റാർട്ട് ലൈനാണ്. ഈ സ്റ്റാർട്ട് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അത് 10-20 റൈഡേഴ്സ് ഉണ്ടെങ്കിൽ 20 റൈഡേഴ്സും ഒരൊറ്റ മിഷനാണ് നിൽക്കുന്നത്. ഗേറ്റ് താഴെ വീഴും. ഗേറ്റ് താഴെ വീഴുമ്പോൾ ആദ്യം ആരെടുക്കുന്നു അവന് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ സ്റ്റാർട്ട് ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റാർട്ട് ലൈനിൽ നമ്മൾ നിന്നിട്ട് 15 പേര് നിൽക്കണ 15 പേരിലും മില്ലി സെക്കൻഡ്സിൽ ഇത് വീഴുമ്പോൾ ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾ സേഫായി. അതിന് ഹോൾ ഷോട്ട് എന്നാണ് നമ്മൾ ഇതിന് പറയുക. അതിന് പ്രത്യേക അവാർഡ് തന്നെ ഉണ്ട് അങ്ങനെ ഫസ്റ്റ് എടുത്ത് പോകുന്നത്. ഈ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈഡേഴ്സ് ബാക്കി വണ്ടിക്ക് ചിലപ്പോൾ 100 പ്രശ്നങ്ങളുണ്ടാവും. അതൊരു സൈഡിൽ കാരണം ഓരോ റേസ് ട്രാക്കും ഓരോ തരത്തിലാണ് ഉണ്ടാവുക. അത് നമ്മൾ ട്യൂണർക്ക് നമ്മൾ പറഞ്ഞ് ഫീഡ്ബാക്ക് കൊടുക്കുക ഒരു പ്രാക്ടീസ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ച് സസ്പെൻഷൻ ട്യൂൺ ചെയ്യേണ്ടതായിട്ട് ഒരു ചെയിൻ സ്പ്രോക്കറ്റിൽ വ്യത്യാസം വരുന്നത്. ഒരു വലിയ ടീം വർക്കാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. റൈഡർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അപ്പം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഓരോ റേസ് ട്രാക്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടാണ്. ഒരു നല്ല ക്രൂ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ചിലർക്ക് ചില റൈഡേഴ്സിന് അഡ്വാൻറ്റേജ് ആയിരിക്കും, ചിലർക്കത് വളരെ മോശമായിരിക്കും. ഇങ്ങനെ ചെയ്താലും ആ ട്രാക്ക് സെറ്റ് ആയിക്കൊള്ളുന്നില്ല, ആ ടെറൈനും അവിടുത്തെ സംവിധാനങ്ങളും. മാത്യു കോഴനാടൻ MLA ഈ ഇവന്റിന് ശേഷമാണല്ലോ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇതിൽ ഒരു കായിക ഇനത്തിന്റെ ഭാഗമാക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്ന ഒരു ഉദ്യമത്തിനല്ല അവിടുന്ന് പിന്തുണ കിട്ടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ആ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സമാനമായ സംവിധാനങ്ങൾ എത്രത്തോളം ഇതിനെ പിന്തുണക്കണം എന്നുള്ളത് പിന്തുണയ്ക്കുന്ന അതിനൊരു തുടക്കം, സത്യത്തിലൊരു സ്പാർക്ക് നമുക്ക് കിട്ടിയെന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വി സ്റ്റാർട്ടഡ് ഫ്രം ദ സ്ക്രാച്ച്. ഞാൻ 2012 കോഴിക്കോട് റേസ് നടത്തണമെന്ന് ആഗ്രഹിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ചെറിയൊരു ചെക്കനാണ്. അപ്പോൾ ഞാനും റേസ് നടത്തണം. പക്ഷേ ഞാൻ അന്ന് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ സാറിനെ പോയി കണ്ട് ഞാൻ എൻ്റെ പത്രത്തിൽ വന്ന് നിരവധി ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. സാർ ഇതൊക്കെ ഞങ്ങൾ ടീമും ഞാനും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും പോയി ഓടിച്ചിട്ടും വായിച്ചിട്ടും പെർഫോം ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പേപ്പറിൻ്റെ കഷ്ടങ്ങളാണ്. എൻ്റെ നാട്ടിൽ എന്താണ് ഇത് എനിക്ക് പറ്റാത്തത്? ഇത് അയാൾക്ക് ഒരു ചെറിയൊരു സ്ഥാനം കിട്ടി. എനിക്ക് മനസ്സിലായി ഇതാണ് പുള്ളി. ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പെർമിഷൻ കിട്ടി. ഭംഗിയായിട്ടുള്ള റേസ് കോഴിക്കോട് അന്ന് നടത്തി. പിന്നീട് അങ്ങോട്ട് പല റേസുകൾ. ഇന്നിപ്പോൾ 2025 ഇന്ത്യൻ റേസിംഗ് ചരിത്രത്തിൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോകുന്ന ഒരു റേസിംഗ് ഇവൻ്റാണ് കോഴിക്കോട് നടത്താൻ പോകുന്നത്. അതാണ് എൻ്റെ വിഷൻ. ഡിസംബർ 21-ാം തീയതി അതിനാണ് വർക്ക് ചെയ്യണത്. ആ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയിട്ടുള്ള വർക്കാണ്. ഡോക്യുമെൻറ്റേഷൻ സൈഡ് മുതൽ കേരളത്തിലൊരു സ്റ്റേഡിയം കിട്ടാന്ന് പറയുന്നത് ഈസിയല്ല. കേരള ഫുട്ബോൾ അസോസിയേഷന് വളരെ നല്ല പിന്തുണ തന്നത്. കാരണം നമ്മൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം തരാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ കേരളത്തിന്റെ മരിക്കാൻ റെഡി ആയിട്ടാണ് ആൾക്കാർ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള. എന്നാൽ അതേ വികാരം സൂപ്പർ ലീഗ് തുടങ്ങി നോക്കുമ്പോൾ കളി നടക്കുകയാണ്. നമ്മൾ ചലഞ്ച് എന്ന് പറയുന്നത് ഈ റേസ് നടക്കുന്നതിന്റെ ഒരു ആഴ്ച മുന്നേ, അതായത് ലാസ്റ്റ് സൺഡേ വരെ അവിടെ ഫുട്ബോളാണ്. സെമി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനാലെ ആയിരുന്നു നടക്കേണ്ടത്. അവര് എന്നിട്ടാണ് നമ്മൾ അവർ ഇന്റേണൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് സെമിയാണ് ഇപ്പോൾ 16-ാം തീയതി നടക്കുന്നത്. അന്ന് രാത്രി മുതൽ അവിടെ മണ്ണടിക്കണം, ട്രാക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങണം. അപ്പം ഇതൊക്കെ ഇത്രയും ഫുട്ബോളിൻ്റെ വികാരമുള്ള ഒരു നാട്ടിൽ പോലും പ്രോപ്പറായിട്ടൊരു സാധനം പിച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നും ഗ്രോത്ത് എന്താണെന്നും ഇത് യൂത്തിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്, കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഇന്നിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ പുതിയ ജനറേഷൻ എന്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് അവർ ചെയ്യേണ്ടത്? എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യട്ടെ. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റൈഡർ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ അവൻ എത്ര ഡിസിപ്ലിൻഡ് ആണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി.
നമ്മൾ ഒരു റൈഡർ എന്ന് പറയുമ്പോൾ എന്താ വിചാരിക്കുന്നത്, അവന് എന്തൊരു കച്ചറ അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വരെ പലരും ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രൈറ്റീരിയ അങ്ങനെ ഓടിക്കാൻ പറ്റുമോ? ഡ്രഗ് അഡിക്റ്റിന് ഒരു റേസ് ട്രാക്കിൽ ഒരു 15 മിനിറ്റ് ഓടിക്കാൻ പറ്റുമോ? ഒരു റേസ് ട്രാക്കിൽ ഒരു ലാപ്പ് ഓടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മരിച്ചു പോകും സത്യത്തിൽ. അത്ര എൻഡ്യൂറൻസ് വേണ്ട ഒരു ഗെയിമാണിത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയും ഒരു പ്രൊഫഷൻ ആക്കാം. കാരണം ഇപ്പം നല്ല വരുമാനമായി തുടങ്ങി റൈഡേഴ്സിന്. ടീമുകളിപ്പോൾ ബിഡ് ചെയ്തിട്ടാണ് ഈ റേസിൽ വിളിച്ചിട്ടുള്ളത്. റേസ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകുന്ന സമയത്ത് പൈസ കിട്ടാൻ തുടങ്ങി. ഒരു ഫാക്ടറി റേസിൽ ഓടിക്കുകയാണെങ്കിൽ മാസം സാലറി ആയി. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകണം. അപ്പോൾ പണ്ട് റേസ് റൈഡ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ചീത്ത പറയുമ്പോൾ ഇനി അത് പറയണ്ട, പോയിട്ടുണ്ടെങ്കിൽ അവന് വരുമാനമായി, അവന് വരുമാനമാവുന്ന ഒരു കാലഘട്ടത്തിലെത്തി. അപ്പോൾ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വരട്ടെ, ഇതുമായിട്ട് ടെക്നിക്കലി അറിവുള്ളവർ നല്ലൊരു R&Dയിലേക്ക് പോവാം, ഫാക്ടറി എൻജിനീയറിംഗ് സൈഡിലേക്ക് പോവാം. ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയാണ്. ഐ ആം ആക്ച്വലി ലിവിങ് മൈ ഡ്രീം. ഞാൻ സന്തോഷത്തിൽ തന്നെയാണ് ഞാനുള്ളത്. പണി നമ്മൾ ഉറപ്പായിട്ട് എന്താണെങ്കിലും എടുക്കണം. അത് നമ്മൾ പാഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണി എടുക്കേണ്ടടുത്ത് പണി എടുക്കണം. ഇഷ്ടപ്പെട്ട പണി എടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് എനിക്കറിയാം, ഞാൻ 2006 മുതൽ മോട്ടോർ സ്പോർട്സിൽ വന്നിട്ട് അതിന്നും ഒരു ലൈഫ് ഉണ്ടാക്കി ഒട്ടനവധി ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുക. നമ്മൾ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ. അതിന്നാണ് നമ്മൾ വേറൊരു സ്റ്റൈലിലേക്ക് പോകുന്നത്. അന്നിപ്പോൾ നാഷണൽ ഐക്കണായിട്ടുള്ള ഒരു സൽമാൻ ഖാനെ പോലത്തെ ഒരാള് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാന്ന് പറയുമ്പോൾ എൻ്റെ ടീമിൻ്റെ ഒരു വലിയ അച്ചീവ്മെന്റ് അല്ല. നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും ഒരു ടീം വർക്കാണ്, അതൊരു വലിയ അച്ചീവ്മെന്റ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി വെക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്രെഡിബിലിറ്റി ആയി, വാല്യൂ കൂടുന്നുണ്ടല്ലോ. വാല്യൂ കൂടി. എന്തുകൊണ്ട് സൽമാൻ ഖാൻ ഇസ് എ വെരി പാഷനേറ്റ് റൈഡർ. പുള്ളിക്ക് സ്വന്തമായിട്ടുള്ള ഫാം ഹൗസിൽ മോട്ടോക്രോസും ഇതിന്റെ ക്രേസിനെസ്സും പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ്. അവർ പുറത്ത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ അതൊക്കെ വരാൻ തുടങ്ങി ലൈം ലൈറ്റിലേക്ക്, ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം. പിന്നെ ഇതിൽ ഏറ്റവും ഒരു കാര്യം കൂടി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുറത്തൊക്കെയുള്ള കൾച്ചർ എന്നെങ്കിൽ അഡ്രിനാലിൻ റഷ് ഭയങ്കരമാണ്. നമ്മൾ വർക്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങൾ ഓരോരുത്തരും, ഇവിടുത്തെ ക്യാമറ ക്രൂ അടക്കം നമ്മൾ റേസിന് വരുന്നുണ്ടെങ്കിൽ, ഈ റേസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഓവർ ടൈം ഓഫ് ഒരു പീരീഡ് എന്ന് പറയുന്നതിൽ നിങ്ങളെ അഡ്രിനാലിൻ റഷ് തീരില്ല. നിങ്ങളിങ്ങനെ ചാടി നിൽക്കും. ചാടി നിൽക്കാനുള്ള സാധനം റേസിലുണ്ട്. അഡ്രിനാലിൻ്റെ പീക്കാണ് നിങ്ങൾ എടുക്കാൻ പോണത്. അത്രയും ടോപ്പ് റേസാണ് കോഴിക്കോട് നടക്കാൻ പോകുന്നത്. കാരണം ഇതുവരെ ഇന്ത്യയിൽ നടന്നതിൽ ഏറ്റവും വൺ ഓഫ് ദി ഒരു എന്താ പറയുക, ഡു ഓർ ഡൈ സീനാണ് റൈഡേഴ്സ് തമ്മിൽ. ബിക്കോസ് കഴിഞ്ഞ ഹൈദരാബാദ് റേസ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ പോയിന്റ് വൈസിൽ ടീമുകൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനായി. ഡിഫറൻസ് പോയിന്റ്സിൽ ഉണ്ടായ ടീമൊക്കെ ഇപ്പോൾ അടുത്തടുത്തായി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടാന്നുള്ളത്, അതിനാണല്ലോ അവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ടീമിനെ. റൈഡേഴ്സിന് പ്രഷർ ഉണ്ടാവും ഉറപ്പായിട്ടും. റൈഡേഴ്സ് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു ഓട്ടമാണ് ഓടിക്കാൻ പോണത്. ഫസ്റ്റത്തെ 3 ടീം തമ്മിൽ ചെറിയ പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ. ടൈറ്റ് കോമ്പറ്റീഷൻ കാണാം. നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന. ഡിസംബർ 21-നാണ് റേസ്, 20-ാം തീയതി പ്രാക്ടീസാണ്. അപ്പോൾ 20-ാം തീയതി രാവിലെ സ്ക്രൂട്ടിനി, ബൈക്ക് കാര്യങ്ങളൊക്കെ ചെക്കിങ് പരിപാടികളൊക്കെ. ഇവർക്ക് ആക്സസ് ഉണ്ടാവും ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് അവിടെ ഇരുന്ന് കാണാൻ തോന്നും. വൈകുന്നേരം ആകുമ്പോൾ പ്രാക്ടീസിൻ്റെ സംവിധാനങ്ങൾ തുടങ്ങി. പക്ഷേ ഈ റേസിന് വരുന്ന മറ്റുള്ള ആളുകൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫാൻ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാൻ പാർക്കിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ മോട്ടോ GPയിലും F1-ലൊക്കെ കാണുന്ന പോലെ ഫാൻ പാർക്ക് ആക്സസ് ഉള്ള ആൾക്കാർക്ക് നല്ല ഫുഡ്, ബീവറേജസ്, കഫേസ്, ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറുകൾ, റെഡ് ബുളിന്റെ ഗെയിം സോൺ, അവർക്ക് ഇങ്ങനെ പാറി പറന്നിങ്ങനെ നടക്കാം. അവിടെ ഗെയിംസ് നടക്കുന്നുണ്ടാവും, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ചിൽ ഔട്ട് സീനിൽ ഉള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോറോവർ അവിടെയാണ് നമ്മൾ ടീമിൻ്റെ പിറ്റ് ഉണ്ടാവുക. ഈ 6 റേസിംഗ് ടീമും ഉണ്ടാവുക ഇവരോരോ പിറ്റിൽ. ഈ പിറ്റിൽ ഈ മോട്ടോക്രോസ് ബൈക്കൊക്കെ ഇങ്ങനെ വരിയായിട്ട് വെച്ച് കാണുമ്പോൾ തന്നെ സത്യത്തിൽ ഒരു വല്ലാത്ത ഫീലാണ്. കാരണം അവരവിടെ അത് സർവീസ് ചെയ്യുന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, ത്രോട്ടിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകും പ്രാക്ടീസ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. കോമ്പറ്റീഷൻ അല്ല, പ്രാക്ടീസ് റൗണ്ട് ഭംഗിയാണ്. റൈഡേഴ്സ് നോക്കുകയാണ് അവരവരുടെ ബൈക്കിൽ ഏതൊക്കെയാണ് ടഫായിട്ടുള്ളത്, എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ ഇൻറ്റേർണലി ഇതൊക്കെ കംപ്ലീറ്റ് റെക്കോർഡഡ് ആണ്. ഏത് റൈഡർ ഏത് ഫാസ്റ്റിലാണ് പോണത്, എവിടെയാണ് സ്ലോ, ഇതൊക്കെ റിവ്യൂ ചെയ്യുക അന്ന് രാത്രി ഇരുന്നിട്ട്.
എന്നിട്ട് ഇതിൽ ഏതൊക്കെ നമ്മളെ ബൈക്കിന് എന്തൊക്കെ തരത്തിലുള്ള ട്യൂണിങ്ങുകളിൽ വ്യത്യാസം വരുത്തണം എന്നുള്ള ടെക്നിക്കൽ സൈഡിൽ പിന്നെയുള്ള പ്രാക്ടീസാണ്. മറ്റേ ടീമിനെ സംബന്ധിച്ചോളം പ്രഷറാണ്. അവർ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിസൾട്ടിൽ ബൈക്കിൽ വ്യത്യാസം വരുത്തണം. റൈഡർ ക്യുക്ക് റിയാക്ഷൻസ് ആണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ ഒരു 2 മണിയോട് കൂടി ഫാൻ പാർക്ക് ഓപ്പൺ ആവും. അന്ന് വൈകുന്നേരം നമ്മളൊരു 5:30-6 മണിയാകുമ്പോൾ ഓപ്പണിംഗ് സെറമണിയാണ്. വേർ സൽമാൻ ഖാൻ ആൻഡ് ഹൂവർ ഇസ് ദ അതോറിറ്റീസ്, നമ്മളെ മിനിസ്റ്റേഴ്സും എല്ലാവരും കൂടെ റൈഡേഴ്സിനൊക്കെ മീറ്റ് ചെയ്ത് ജനങ്ങളൊക്കെ ഒരു വെൽക്കമിങ് ഓപ്പണിംഗ് സെറമണിയാണ് ഉണ്ടാവുക. ഒരു 6:30 കൂടിയിട്ട് റേസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ്സ് ഗോണ ബി ഒരു അൺബിലീവബിൾ ഒരു സീനിലേക്ക് അന്ന് പോകും. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ സൽമാൻ ഖാൻ ഇസ് ആക്ച്വലി നമ്മളൊരു ഫുൾ ഡേ ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. വെറുതെ വന്ന് ഇങ്ങനെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്ത് കൈവീശി പോണ പരിപാടിയില്ല. പുള്ളി അവിടെ ഉണ്ട്. ബിക്കോസ് ആളൊരു പാഷനേറ്റ് ആണ്. ഇതിൻ്റെ ഭ്രാന്തും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആവും. എല്ലാവരും കൂടെ ഇതിങ്ങനെ ആയാലുള്ള പ്രത്യേകത എന്താ പറയുക, ഇത്രയും ആൾക്കാരെ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയും റേസ് കാണാൻ കിട്ടില്ല. ഓഡിയൻസിനെ കിട്ടില്ല. അതിന് ആരും വന്നിട്ടും കാര്യമില്ല. കഴിഞ്ഞ റേസുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ പീപ്പിൾ ആർ വെരി പാഷനേറ്റ്. എല്ലാവരും ഉള്ളിലും ഇതുണ്ട് സത്യം. ഇതൊക്കെ അതുകൊണ്ടൊന്നും ജീവിതമാർഗം ആക്കാൻ പറ്റാത്തതുകൊണ്ട് ആരും ഇത് സെലക്ട് ചെയ്യാതിരുന്നതാണ്. എല്ലാവർക്കും ഉണ്ട് ഒരു ഉള്ളിലൊരു സാധനം, ഒന്നൊന്ന് പൊന്തിച്ച് നോക്കണം എന്നൊക്കെ ഒരു മനസ്സിൽ ഞാൻ പരിചയപ്പെടുന്ന എല്ലാവരും എന്നോട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ മതി ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് അടിച്ച് നോക്കട്ടെ. അപ്പോൾ ഉള്ളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സാധനം റഷ് ഉണ്ട്. ഇതിലൊരു ഫാൻ ബേസ് നമുക്ക് ഓൾറെഡി കേരള ഈസ് വെൽ നോൺ ഫോർ, നിങ്ങൾ ഗോഡ്സ് ഓൺ കൺട്രി മാത്രമല്ല, കേരള ഈസ് ഓൾസോ നോൺ ഫോർ വണ്ടിപ്രാന്തന്മാർ. അത് വെറുതെ ഒരു മാത്രമല്ല, സത്യത്തിൽ യു ഗോ എനിവെയർ. നിങ്ങൾ നല്ലൊരു കാറ് കണ്ട്, നിങ്ങൾ ഇപ്പോൾ ഒരു ഡൽഹിയിൽ കാറ് കണ്ടു, മുംബൈയിൽ കണ്ടു, എനിവെയർ ഇൻ കേരള ഇൻ ഇന്ത്യ, നിങ്ങൾ പറയും കേരള എന്നാണ്. അവർ പറയും ഓ കേരള ഓരോ ക്യാ മസ്തി കാർ ആപ്കാ കസ്റ്റമൈസേഷൻ അലഗ്. ഫാൻസ് ആക്ച്വലി അവർക്ക് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഗവൺമെൻറ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത്രങ്ങാനും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് കേരള. നമ്മൾ കസ്റ്റമൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ മോഡിഫിക്കേഷൻ ഇവിടെ മീനിങ് ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. മീനിങ് ഫുൾ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഈ ഡൽഹിയിലും മൊബൈൽ കാണാൻ ഒരു കച്ചറ ലൈറ്റുകൾ അതൊക്കെ വെച്ചിട്ട് പോകുന്ന അവസ്ഥയല്ല. ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ കാറായാലും ബൈക്കായാലും ഇപ്പോൾ ബസ്സായാലും പോലും അത് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് യൂട്ടിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് കസ്റ്റം ബിൽഡ് ചെയ്യുന്ന ഒട്ടനവധി ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഒരു മുന്നോട്ടൊക്കെയുള്ള ഒരു ആശയമുണ്ട്. കാരണം സർക്കാർ എപ്പോഴും നിയമം നോക്കുക ഒരു ഫുൾ സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ആയാൽ നല്ലത് എന്ന നിലക്കൊരു സാധ്യത മുന്നോട്ട് വെക്കാൻ എങ്ങനെ കഴിയും? അല്ല, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ ഷർട്ടിൻ്റെ സൈസ് ലാർജ് ആണെന്ന് കൺസിഡർ ചെയ്യുക, ഞാൻ മീഡിയമാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ഉള്ള പലരും പലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിലേക്ക് വേണ്ട ഒരു സാധനം നിങ്ങൾക്ക് വേണം, ഞാനത് മീഡിയ നിങ്ങൾക്ക് തന്നാൽ ബുദ്ധിമുട്ടാണ്. ഇതുപോലൊക്കെ തന്നെയാണ് പല ഈ കാറിൻ്റെതും ബൈക്കിൻ്റെതിലും വരുന്നത്. ജനകീയമായിട്ടുള്ള ഒരു സാധനം ആണ് ഒരു ബ്രാൻഡിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ റൈഡിങ് പൊസിഷനിൽ എൻ്റെ കൈയിൻ്റെ നീളം അനുസരിച്ച്, എൻ്റെ കൈയിൻ്റെ നീളക്കുറവ് അനുസരിച്ചുള്ളൊരു കംഫർട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഞാൻ എന്തിനാണ് ഈ ചെറിയ കൈ വെച്ച് നീട്ടി പിടിക്കണേ? എനിക്കത് കുറച്ച് ഇങ്ങോട്ട് പിടിക്കുക, എൻ്റെ സ്റ്റൈൽ അതാണ്. അത് എഞ്ചിനീയറിംഗ് സൈഡിൽ ഏറ്റവും കറക്റ്റായിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് ഇത് കൂടുതൽ പൈസ വാങ്ങിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ? ഇതേ ഒരു സാധനം കോടിക്കണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് അത് ശരിയാണ്, ഉണ്ടാക്കിക്കോട്ടെ, അങ്ങനെ കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഇൻഡിവിജ്വലി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ശരിക്കും ഗവൺമെൻറ്റിന് വരുത്താം. നിങ്ങളിപ്പോൾ ഒരു ലേ ലഡാക്ക് റൈഡ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട ഒരു പ്രോപ്പർ റൈഡിങ് പൊസിഷൻ കിട്ടണമെങ്കിൽ ഹാൻഡിൽ മാറ്റുന്നത് വളരെ നല്ലതാണ്. ഇതിനുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു സമീപനം പ്രത്യേകിച്ച് മീഡിയയുടെ ഒക്കെ മാറിയിട്ടുള്ളത്. ഇപ്പോൾ കാരണം 5 വർഷം മുമ്പാണ് നമ്മൾ താറിറക്കി മലമ്പുഴ കവേലിറക്കി ഭയങ്കര വിവാദമായിരുന്നില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യുടെ ഒരു സൈഡിൽ കിട്ടി, പക്ഷെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് അതൊരു അഭ്യാസ പ്രകടനം എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് സെൻസിൽ അല്ല, ഞാൻ അതിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരാളല്ല. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ മരിക്കുന്നത് ഇങ്ങനെ പല ഓരോ സ്റ്റേജ് എത്തുമ്പോഴാണ് ഇത് ശരിയായിരുന്നില്ലല്ലോ എന്ന് ഫീൽ ചെയ്യണത്. അന്ന് ശരിക്കും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അത്. പിന്നെ ഞാനത് റൂട്ടിലല്ല ചെയ്ത്, ആളില്ലാത്ത ഒരു സ്ഥലം നോക്കിയിട്ട് ഒരു ഡ്രിഫ്റ്റ് ചെയ്തതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത്
മറിഞ്ഞു പോയി. പക്ഷെ ഒരു സ്വീറ്റ് മറിച്ചിലാണത്. എനിക്കത് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ് ലൈഫിൽ ഉണ്ടാക്കിയത്. ഞാൻ അത് എന്ത് വേണേലും സംഭവിക്കായിരുന്നു. പക്ഷെ ആളുകൾ അതിനെ ഒരു നല്ലൊരു പോസിറ്റീവ് കമന്റ്സിലൂടെ അത് ഏറ്റെടുത്തു എന്നുള്ളത് അതിൽ യാഥാർത്ഥ്യം. സത്യത്തിൽ പേടിച്ചു പോയിണ്ടായിരുന്നത് ഇനി എങ്ങോട്ടാ ഈ പോക്ക് പോണത്. പുതിയ വണ്ടിയിലിരുന്നത് പുതിയ വണ്ടിയായിരുന്നു. വണ്ടി പോണതിലേക്കല്ല, അതിപ്പോ നമ്മൾ ഈ സ്റ്റണ്ട് റൈഡും റേസിങ്ങും ഒക്കെ ഈ പ്രൊഫഷനിൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഒരു വലിയ പ്രശ്നമില്ലാതാകും. അത് ഒക്കെ അല്ല, നമ്മൾ അങ്ങനെ മൈൻഡ് സെറ്റ് ആവും. എനിക്ക് തോന്നുന്നു ഈ റേസിങ് ഈ സ്റ്റണ്ടിലൊക്കെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് തോന്നുന്നത്. ലൈഫിൽ ഏറ്റവും പ്രതിസന്ധി വന്നാലും നേരിടാനും അത് നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഈ ഇത്രയും വർഷത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ കമ്പനിയാണ് നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ട് കഴിഞ്ഞ വർഷം തൃശ്ശൂരുള്ള നമ്മളൊരു കമ്പനിക്ക്, ഒരു മദർ കമ്പനിയിൽ ഫുൾ സ്റ്റോക്ക് അടക്കം ഒരു തീപിടുത്തുണ്ട്, ഒരു ഫയർ. നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്നതിൽ ഏറ്റവും വലിയ ലോസാണ്, ക്രോർസിൻ്റെ ലോസ്. നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ യൂറോപ്പിലാണല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളൊരു ട്രിപ്പ് പോയതാണ്. ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് ഉള്ളത്. പല കൺട്രീസിൽ ഇങ്ങനെ പോയി അടുത്ത എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരു TV തുറന്നു നോക്കുന്ന പറഞ്ഞ കോള് വരുന്ന കമ്പനി കത്തുകയാണ്. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ നാട്ടിലേക്ക് വരാൻ എൻ്റെ ഫ്രണ്ട്സ് നിൽക്കണം, ഞങ്ങളും കൂടെ വരാം. ഞാൻ അപ്പം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ എടുത്ത് നാട്ടിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു ആരും വരണ്ട, ഇത് എവിടെ നിന്ന് ഇനി ഒന്നും തുടങ്ങണമെന്നല്ലേ ഉള്ളൂ. കാരണം നമ്മളിത് ഉണ്ടാക്കിയിട്ട് ആദ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ബിസിനസ് ഒന്നല്ല. നമ്മളെല്ലാവരും ഇല്ലാത്തടത്ത് തുടങ്ങിയോണ്ട് നമുക്കറിയാം ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പല രൂപത്തിൽ റിക്കവർ ആയി. ബിക്കോസ് അതിന് മുന്നേ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം പല സ്ഥലത്തുനിന്നും ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ നമ്മളെ വലിയ കുറച്ച് അച്ചീവ്മെൻറ്റുകൾ ലൈഫിൽ ആക്കണം എന്നുള്ള സാധനങ്ങളിലൊക്കെ ഒന്ന് സ്ലോ ആയി. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഇതേ മൈൻഡ് സെറ്റ് എല്ലാവർക്കും. അപ്പം നമ്മളിപ്പോൾ നിങ്ങളോടൊരു വിഷമം ഒരു പാട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ പറയണ്ട പോയടാ അത് അങ്ങനല്ല, അടുത്ത് പിടിക്കുക അങ്ങനെ ടീം നമുക്ക് വേണം. അതൊക്കെ എനിക്ക് തോന്നുന്നത് കിട്ടിയിട്ടുള്ളത് മോട്ടോർ സ്പോർട്സ്. ഈ ഒരു എനർജി കൂടി എല്ലാ പ്രശ്നവും നമുക്ക് നേരിടാം എന്നുള്ളൊരു സാധനം. ഇപ്പം തന്നെ ഞാൻ എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു റേസാണ് വരുന്നത്. എല്ലാം റെഡി ആയിട്ടാണ്. സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിച്ചാൽ പോലും. ഇതിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നല്ലോ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൂടെ ലഡാക്കിലേക്കുള്ള റൈഡ് എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ ഒരു ഫസ്റ്റ് പിച്ചപ്പ് മുതൽ ഒന്ന് പറയാമോ, എങ്ങനെയായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ സത്യത്തിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് വന്നതാണ്. ഞാൻ അതും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു പ്രോപ്പർ വളരെ ആത്മാർത്ഥമായിട്ട് ഈ റൈഡും മോട്ടോർ സൈക്കിളൊക്കെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കണ്ടത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. ഒട്ടനവധി റൈഡേഴ്സും ഒരുപാട് ആളുകളും ഇതേ പൊളിറ്റിക്കൽ തോട്ടുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ പോയത്. അത് അവർ വളരെ ഒരു സ്റ്റഡി ചെയ്തിട്ടാണ് അവരെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്, ഞാൻ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഇതിൻ്റെ ഒരു ബിസിനസ് കൊണ്ടുവന്നു, ആ ബിസിനസ് നമ്മൾ എത്രമാത്രം എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വ്യക്തമായിട്ട് അവർക്കറിയാം. എനിക്ക് വളരെ ഡൗട്ടായിരുന്നു രാഹുൽ ഗാന്ധിൻ്റെ കൂടെ അങ്ങനെ ശരിക്കും പോകാൻ പറ്റും. ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരിക്കും എന്നുള്ളതായിരുന്നു ആദ്യം കരുതി. പക്ഷെ അവർ പറയുന്നത് ഒരു വലിയ പ്ലാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നാണ് ഡൺ. പിന്നെ എനിക്കൊരു വേറെ നമ്മൾ മെറ്റൽ കമ്പനീൻ്റെ ഒരു ഇനാഗുറേഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നത് ക്ലാഷ് ആവുമെന്നാണ്. കാരണം ഇപ്പുറത്ത് കമ്പനീൻ്റെ ഒരു വലിയ പരിപാടി ഇതും, പക്ഷെ രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത. പക്ഷെ അവിടെ ഒരു പിന്നെ നോർത്ത് സൈഡിൽ അന്ന് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായിട്ട് ഫസ്റ്റ് ഡേറ്റ് മാറി. അതോടെ ഞാൻ സേഫായി. അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു സാധനമാണ് ഞാൻ ഒഴിവാക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു ഡേറ്റ് കിട്ടിയപ്പോൾ ഓവർ ദ കോൾ പിന്നെ ആ ടീമായിട്ട് സംസാരിച്ചു തുടങ്ങി. നേരെ ലേക്ക് ഫ്ലൈറ്റ് കയറാൻ പറഞ്ഞ് നേരെ ലേക്ക് ഫ്ലൈറ്റ് കയറി അവരെടുത്ത് തന്നെ റൈഡിങ് ഗിയേഴ്സൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയി. രാഹുൽ ഗാന്ധി മുന്നിലേക്ക് വന്നു. പ്രോപ്പർ നമ്മളെക്കാളും രാഹുൽ ഗാന്ധിക്കൊക്കെ ഓൾറെഡി ഈ ഡോപ്പമിൻ ലെവൽ കൂടുതലായിട്ട് അഡ്രിനാലിൻ ഇങ്ങനെ പീക്കാ ആള്. നമ്മൾ അതായത് ഡെയിലി നമ്മൾ 900,000 കിലോമീറ്റർ നമ്മൾ ടോട്ടൽ 1,300 കിലോ ഡെയിലി നമ്മൾ ഉറങ്ങാതെ അല്ലെങ്കിൽ ഏറ്റവും ഒരു ലേറ്റ് നൈറ്റ് വരെ ഓടിച്ച് ബൈക്ക് ഓടിച്ച് കഴിഞ്ഞാലും പുള്ളി രാത്രി കിടന്നുറങ്ങാതെ ആ ലോക്കലി ആളുകളൊക്കെ കാണാനും സിറ്റിയിലൊക്കെ ഇറങ്ങുന്ന ഒരു പരിപാടി. കാലത്ത് വീണ്ടും ആൾ 6 മണി 7 മണി ആകുമ്പോൾ ഓൺ ഗ്രൗണ്ട് അടുത്ത ദിവസത്തെ റൈഡിന് വേണ്ടിയിട്ട്
വരികയാണ്. നമ്മൾ ടയേർഡായിരിക്കും പലപ്പോഴും. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂസ്ലി ഒരു 7 ദിവസമൊക്കെ കണ്ട സമയത്ത് നമ്മൾ കാണുന്ന പോലൊന്നുമല്ല ഇതുപോലത്തെ ലീഡേഴ്സ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിഷൻ കിട്ടി ഈ ഒരു ഫീൽഡോടുള്ള. ഈ ഒരു ഫീൽഡ് എന്നല്ല, അദ്ദേഹത്തിനോട് നിങ്ങൾ എല്ലാ അഡ്വഞ്ചറും ആൾക്ക് ഇഷ്ടമാണ്. ഇത് ആള് ഭയങ്കര എക്സ്പെർട്ടൈസ് അല്ല റൈഡിൽ, പക്ഷേ ആൾക്ക് അത് ലേൺ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അത് ഒരു നമുക്ക് ആദ്യമൊക്കെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഓഫ് റോഡാണ് കുറേയൊക്കെ നമ്മൾ പോണത്. രാഹുൽ ഇങ്ങനെ പഠിക്കാനുള്ള, അതായത് ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡ് നമ്മൾ അതിലാണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കാനൊരു വല്ലാത്ത രാഹുൽ ഗാന്ധി ആണല്ലോ. നമ്മൾ ഈ 5-6 ബൈക്കേ ഉള്ളൂ, പക്ഷെ 40 കാറ് സെക്യൂരിറ്റി, ഫ്രണ്ടിൽ 2 വണ്ടി ഫസ്റ്റ് പോകും 1 മണിക്കൂർ മുന്നേ ആ ഏരിയ മൊത്തം ക്ലിയർ ചെയ്യാൻ. പിന്നെ നമ്മൾ ഫുള്ള് ഒരു കോൺവോയ് എന്ന് പറയുന്ന ഒരു ഡ്രീം, ഒരിക്കലും ഡ്രീം ചെയ്യാൻ പറ്റാത്തൊരു കോൺവോയാണ്. ഈ രാഹുൽ ഗാന്ധിനായിട്ട് നമ്മൾ ഓവർ ദ കോൾ കണക്റ്റഡാണ്, ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഓരോ കോർണർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ വീഴുന്നത് നമുക്ക് കാണാം, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അത് നമ്മളൊരാളെ പഠിപ്പിക്കാൻ പാടില്ല, ഇത്രയും വലിയൊരാൾ. പക്ഷെ ആൾക്ക് ഒരു സമയം വന്നപ്പോൾ മനസ്സിലായി നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ആളായതുകൊണ്ട് പറയാത്തതാണ്. അപ്പോൾ ആളാ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് തന്നു. ആള് പറഞ്ഞു ഭയങ്കര മനുഷ്യനാണ്. ആൾ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുമ്പോൾ യു ആർ മൈ ടീച്ചർ, ഞാൻ നിങ്ങളെ ലിസൺ ചെയ്യും, ആൻഡ് ഐ എം ലേണിങ് ഇറ്റ്. അപ്പോൾ അതൊക്കെ വിട്ട് നൗ വി ആർ ഫ്രണ്ട്സ് പറയാനുള്ള പറഞ്ഞു. പിന്നെ അവിടെ ഒരു ഭയങ്കര ഒരു ഐസ് ബ്രേക്ക് ചെയ്യുന്ന സീനായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര വളരെ ബ്യൂട്ടിഫുള്ളായി. നമ്മൾ ഒരുമിച്ച് രാവിലെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂമിലെത്തുന്നവരെ ഇത് കണക്റ്റഡാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലെ വിശേഷങ്ങളും, അതായത് ഒരിക്കലും ഒരാൾക്ക് കേൾക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത സാധനങ്ങളാണ്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ടോപ്പിക്കിൽ നിന്ന് ടോപ്പിക്കിലേക്ക് ഇതൊന്നും പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല കേട്ടോ നമ്മൾ പറയാം. ആളെ കോളേജ് ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും ആളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല വിഷമമുള്ള സാഹചര്യങ്ങളും അങ്ങനെ നമുക്ക് അത് പറഞ്ഞാൽ അത് ഒരിക്കലും അത് നമ്മളൊരു സ്പീച്ചിലോ അല്ലെങ്കിൽ ഒരു ന്യൂസിലോ ഒന്നും കേൾക്കാത്ത ഇൻഡിവിജ്വലി വളരെ സ്റ്റോറി ലൈനൊക്കെ കേൾക്കാൻ പറ്റി. വെരി ഇൻസ്പയറിങ് ആളാണ്. ഞാനൊരു ശരിക്കും ആ ഒരു പാർട്ടീൻ്റെ നേതൃത്വത്തിലുള്ള ആളൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ കാലഘട്ടത്തിലേക്ക് നമ്മളെ ലാംഗ്വേജ് മനസ്സിലാവണ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാനത് നമ്മളെ ഈ ഒരു മോട്ടോർ സൈക്ലിംഗ് സംവിധാനത്തിലുള്ള വിഷമങ്ങളും എന്തെങ്കിലും ആൾക്കതൊരു അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആൾ മൈൻഡിൽ വെക്കും. വെറുതെ ഇങ്ങനെ കേട്ടിട്ട് എല്ലാ പൊളിറ്റീഷ്യനെ പോലെ തള്ളി വിടുന്ന ആളല്ല എന്നുള്ളത് നമുക്കൊരു ആളായിട്ട് ഒരാഴ്ച ട്രാവൽ ചെയ്താലും മനസ്സിലാവില്ല ഒരു വിധം ഒരാളൊരു പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു PR-ന് വേണ്ടിയിട്ട് ചെയ്യണ ഒരു കഥാപാത്രങ്ങളല്ല. വളരെ ഈ വേൾഡിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ടെറൈൻസിലൂടെയാണ് യാത്ര നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കറിയാത്ത കാര്യങ്ങൾ ആൾ ചോദിക്കുകയും നമ്മളാളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മനസ്സിലായി. ആ ഒരു പേഴ്സൺ എന്നുള്ളത് മനസ്സിലായപ്പോൾ ഭയങ്കര ഫാനായി പോയി. ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആളെ കൂടെ സാധിക്കട്ടെ എന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സൽമാൻ ഖാൻ പങ്കെടുക്കുന്ന ഇവന്റ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതിന്റെ പാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതും എങ്ങനെയാണ് അതിന്റെ ഭാഗമാവുക എന്നുള്ളത്. യെസ് ഇതിപ്പോൾ സൽമാൻ ഖാനെ കാണാം. അതോടൊപ്പം തന്നെ ഞാൻ അതിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് നിങ്ങളെ ലൈഫിൽ ഒരു 4 മണിക്കൂർ എനിക്കൊന്ന് തരാമെന്നുള്ളതാണ്. ആ 4 മണിക്കൂറിൽ നിങ്ങളെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് തരാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ഏർലി ബേർഡ് ടിക്കറ്റ്സ് ലൈവാണ്. ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് 199. അത് ഓൾമോസ്റ്റ് ഫുൾ അവർ ആയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഫുൾ ആയിട്ടുണ്ടാവും. അടുത്ത ഫേസ് 399. പക്ഷേ 399 ഇസ് ആക്ച്വലി ഗുഡ്. കാരണം 360 വ്യൂ 399 ടിക്കറ്റ്സ് എടുക്കുന്നവർക്കുണ്ട്. പിന്നെ ആ ഏരിയയിലാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ലൈനൊക്കെ വരും. ഫിനിഷിംഗ് ലൈനിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. റൈഡേഴ്സിൻ്റെ സ്കില്ലൊക്കെ അവർ കാണിക്കും. ബൈക്ക് കംപ്ലീറ്റ് ഇങ്ങനെ വേറെ പുതിയ നല്ല ആക്ഷൻസ് ഒക്കെ കാണിക്കും. ആ ഒരു ഏരിയ അതാണ്. അതോടൊപ്പം തന്നെ FMX ഷോ നല്ല വൃത്തിയായിട്ട് കാണാം. കംപ്ലീറ്റ് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി 399 കാണാം. അടുത്തൊരു സ്കെയിൽ ഓഫ് ടിക്കറ്റ്സ് ഉള്ള 1000 റുപ്പീസിൻ്റെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാൻ പാർക്കിലേക്ക് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യണം, ബൈക്കൊക്കെ നേരിട്ടൊന്ന് കാണണം. അവിടെ ഒരു ഫുഡ് കോർട്ടും മറ്റുള്ള സംവിധാനങ്ങളും ഗെയിം സോണും റെഡ് ബുളിൻ്റെ ആക്ടിവിറ്റി അതൊക്കെ കാണണമെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇഫ് യു ആർ വെരി പാഷനേറ്റ് ഗോ ഫോർ 1000 റുപ്പീസ് ടിക്കറ്റ്. അതല്ല കുറച്ച് VIP
വേറെ സെലിബ്രിറ്റീസിനൊക്കെ അപ്പുറത്തൊക്കെ കണ്ട് അങ്ങനെ ഗോ ഫോർ 3000 റുപ്പീസ് ടിക്കറ്റ്സ് വിച്ച് ഇസ് വെരി ലിമിറ്റഡ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ടിക്കറ്റ് എടുക്കുക. ഇതൊക്കെ ബുക്ക് മൈ ഷോയിൽ ഇപ്പം നിലവിൽ ലൈവാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് കാണാൻ പറ്റും.